വേദിയിലും സദസ്സിലുമുള്ള കുറിച്യാർമല മേൽമുറി സേട്ടുകുന്നിലെ സഹോദരങ്ങളെ, 2016 ജൂൺ 6 മുതലാണ് കുറിച്യാർമല എന്ന് പറയുന്ന പ്രദേശം എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത്. അന്നു മുതൽ ഇന്നോളം ഞാൻ ഈ പ്രദേശത്തെയും പ്രദേശത്തുകാരെയും ഓർക്കാത്ത ദിവസങ്ങൾ ഇല്ല. അതിന് കാരണം ആണ് എൻ്റെ മുന്നിൽ കാണുന്ന സ്നേഹസാഗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർ. ഒരിക്കലും മറക്കാൻ കഴിയില്ല. TTC കഴിഞ്ഞപ്പോൾ എൻ്റെ ഓട്ടോഗ്രാഫിൽ ഒരു കൂട്ടുകാരൻ എഴുതിയതുപോലെ, ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം മറക്കാൻ കഴിയാത്ത വ്യക്തിബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, ആത്മബന്ധം സമ്മാനിച്ച ഈ പ്രദേശത്തെ എങ്ങനെ മറക്കാൻ കഴിയും? അതിൻ്റെ തെളിവാണ് എൻ്റെ മുന്നിൽ വാതോരാതെ പരസ്പരം ശരിവെക്കുന്ന അനുഭവമാണ്. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. പക്ഷേ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ഒരു സന്ദേശം കൈമാറി, ഇത് ഞങ്ങളും ചേരുന്നു 19-ാം തീയതി മേൽമുറിയിൽ എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് രാവിലെ ഞാൻ ഈ സേട്ടുകുന്നിലേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ കണ്ട അനുഭവം അതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിലനിർത്താൻ, ഇതിനെ വളർത്താൻ എന്തുമാത്രം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നേരത്തെ ആരോ പറഞ്ഞതുപോലെ മഴക്കാലത്ത് താമസിക്കാൻ അനുവദിച്ചില്ലെങ്കിലും വേനൽക്കാലത്ത് വന്ന് ഇവിടെ ഒത്തുകൂടി ആ പഴയ ബന്ധം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ജീവിതത്തിന്റെ ഭൗതിക നേട്ടങ്ങൾ പലതും നേടിയാലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിൽ വീണ്ടും വീണ്ടും ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ ഈ 19 തീയതി അറിഞ്ഞപ്പോൾ ഓരോ ദിവസവും 19-ാം തീയതി വരാൻ കാത്തു നിന്ന ഒരാളാണ്. 19-ാം തീയതി ആകാൻ കാത്തു നിന്ന ഒരാൾ. ഞാൻ എന്നും അതിരാവിലെ എഴുന്നേക്കുന്ന ഒരാളാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കുക എന്ന് പഴയ ഋഷീശ്വരന്മാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സുബഹ് ബാങ്കിന് മുമ്പ് എഴുന്നേക്കുക എന്ന് ഇസ്ലാം മത വിശ്വാസികൾ പറയുന്നത് പോലെ, ജീവിതത്തിൽ ഇന്നോളം മറ്റ് വിഷമങ്ങളൊന്നും ഇല്ലെങ്കിൽ 4 മണിയോട് അടുപ്പിച്ച് എഴുന്നേക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇന്ന് അതിലും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അതായത് ഞാൻ ബസ്സിന്റെ സമയമൊക്കെ അസ്ലമിനോടൊക്കെ ചോദിച്ചു. അപ്പൊ ആദ്യ ബസ്സിന് വരേണ്ടതില്ല, 10 മണിക്ക് കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെടുന്ന 11 മണിക്ക് ഇവിടെ എത്തുന്ന ബസ്സിന് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴും എനിക്കൊരു ആദിയാണ്. യഥാർത്ഥത്തിൽ സമയത്തിനെത്തും ജീവിതയാത്രയിൽ എൻ്റെ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്ന കാലത്തോളം കുറിച്യാർമലയിലെ ഈ സ്നേഹം എൻ്റെ ജീവന്റെ ഭാഗമായി നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങൾ ക്ഷണിക്കുന്ന കാര്യത്തിന് എത്തിപ്പെടാൻ സാധിക്കണമേ എന്ന് വീണ്ടും വീണ്ടും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്നേഹസംഗമം ഒരുക്കിയ സാരഥികൾക്ക് ഒരിക്കൽ കൂടി പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സർവമംഗളങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. അടുത്തതായിട്ട് നമ്മുടെ നാട്ടുകാരനായിരുന്ന ബാബു സംസാരിക്കുന്നു. ഇവിടെ വരുന്ന ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളായാലും, ഏത് ജോലിക്ക് വരുന്ന ആളുകളായാലും, മറ്റു ജില്ലകളിൽ വരുന്ന ആളുകൾ, ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പറയുന്നത് മേൽമുറി എന്ന പ്രദേശം നമ്മൾ എവിടെ പോയാലും കാണാത്തൊരു സൗഹൃദവും സ്നേഹവുമുള്ള ജനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണ് മേൽമുറി. അതുകൊണ്ട് കുറഞ്ഞ നാളുകൾ പോലായാലും തൻ്റെ ജീവിതത്തിൽ
ഒരിക്കലും ഈ മേൽമുറി എന്ന ഗ്രാമവും അവിടുത്തെ നല്ലവരായ ആളുകളെയൊക്കെ തന്നെ ഒരിക്കലും മറക്കും. ബഹുമാനായ ഈ കുടുംബസംഗമം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മാധവനും കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയമുള്ളവർ, പ്രിയമുള്ള മാതാപിതാക്കളും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളും, എൻ്റെ മുമ്പ് സംസാരിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയില്ല. തീർച്ചയായിട്ടും ഈ കുടുംബസംഗമം കുറച്ച് നാളുകളായി ഈ ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ആശയം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഈ കുടുംബസംഗമം വിജയിപ്പിക്കാൻ കഴിയും എന്ന വളരെ നീണ്ടുള്ള ചർച്ചകൾ വരുന്ന സമയത്തൊക്കെ തന്നെ നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ മേലുപയോഗിച്ച ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രീതിയിലാണ് ഈ കുടുംബസംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആഹ്വാനം പ്രവർത്തിക്കുന്നത്. ഞാൻ മേൽമുറിയിൽ താമസിച്ചില്ലെങ്കിൽ കൂടി ഇന്ന് ഈ നിലയിലെത്താൻ കാരണം ഈ മേൽമുറിയിൽ തന്ന അംഗീകാരവും സ്നേഹം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തൊട്ട പ്രദേശമായ കുച്ചമല എസ്റ്റേറ്റിൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കാലത്ത് അന്ന് എൻ്റെ അച്ഛനെയും കുടുംബത്തെയും ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാലഘട്ടം. അന്ന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഒരു 25 വർഷക്കാലം മുമ്പുണ്ടായിരുന്നു. അന്ന് എനിക്ക് 18 വയസ്സായിരുന്നു, 18-19 വയസ്സായിരുന്നു. അന്ന് എസ്റ്റേറ്റ് ജോലിക്ക് പോകുന്ന ഇവിടുത്തെ മേൽമുറിഞ്ഞ ഷാജി അസമ ഉൾപ്പെടെയുള്ള TV റഹീം ഉൾപ്പെടെയുള്ള ഉബൈദ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ അന്ന് കുറിച്ചമല എസ്റ്റേറ്റ് ജോലിക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവർ പല മേഖലയിലുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്ന് ഈ സൗഹാർദ്ദം, അതായത് മേൽമുറി അവർ എടുത്തു പറയാൻ കാരണം ഈ മേൽമുറിയുടെ ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള നന്മയായ പ്രവർത്തനം ഏറ്റുപറയേണ്ട കാര്യത്തിൽ അത് എടുത്തു പറയാൻ കാരണം നിങ്ങളെല്ലാവരും ആ കാര്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, നമ്മൾ പറയും, പല ആളുകളൊക്കെ പറയും ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ തന്നെ വലിയ രീതിയിൽ മറ്റേതോ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ പോകുന്നത് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ മേൽമുറിയിലുള്ള ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള നന്മയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾ വയനാട് ജില്ലക്കകത്തും കേരളത്തിനകത്തുമുള്ള എല്ലാ പ്രദേശങ്ങളിലും കനിത എന്ന സംഘടന നമ്മുടെ മേൽമുറി രൂപീകരിച്ചുകൊണ്ട് പാവപ്പെട്ട നിർണതായ രോഗികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു വരികയാണ് നമ്മൾ മേൽമുറിയുടെ ചെറുപ്പക്കാർ. അത് ചെറുപ്പക്കാർ മാത്രമല്ല, ഈ മേൽമുറിയുടെ പ്രദേശത്ത് മറ്റു പ്രദേശങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മയക്കമരും മദ്യത്തിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ അത്തരത്തിലുള്ള ദുശ്ശീലങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ അവസരമായി കിടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക്, അതേപോലെ തന്നെ ഈ പ്രദേശത്തിൽ അസുഖമായി കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഇതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഞാൻ ഇന്നും എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ എസ്റ്റേറ്റ് പണിയെടുക്കുന്ന കാലഘട്ടത്തിൽ അന്ന് എൻ്റെ ഈ നമ്മുടെ എസ്റ്റേറ്റ് വരുന്ന സമയത്ത് പാടിയിലേക്ക് ഇവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെറുപ്പക്കാരെല്ലാവരും തന്നെ എൻ്റെ വീട്ടിലേക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ കഞ്ഞി കുടിക്കാൻ വരുന്ന സമയത്ത് അവർ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഞങ്ങൾ 8-ാം നമ്പർ പണിയെടുക്കുന്ന സമയത്ത് വളരെ അടുത്താണ്, ഓഫീസിന് തൊട്ടടുത്താണ് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത്. അന്ന് അവർ പറഞ്ഞു, ഈ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി ബാബുവിൻ്റെ വീട്ടിലേക്ക് കഞ്ഞി കുടിക്കാൻ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു കഞ്ഞി പോലും ഉണ്ടായില്ല, കഞ്ഞി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, എൻ്റെ അമ്മ സുഖമില്ലാതെ, ഇവിടുത്തെ എല്ലാവർക്കും അറിയാം, സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാർ വരുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ അവർ എല്ലാവരും വന്ന് വീടുകളിലൊക്കെ പഠിച്ചു നടത്തി വെക്കാൻ അരി പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ആ വലിയ പ്രതിസന്ധിയിൽ അവരൊക്കെ വളരെ വിഷമത്തോടു കൂടി എന്നോട് പറഞ്ഞു, ഒന്നും പ്രയാസമില്ല, എങ്കിലും നാളെ നിൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയി, അതുകൊണ്ട് പ്രയാസമില്ല, ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ ആ കാലഘട്ടങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ തിരിച്ചു വരുന്ന ഒരു 4 മണിയാകുമ്പോൾ ഇവിടുത്തെ റഹീം, TV റഹീം ഉൾപ്പെടെയുള്ള ആളുകളെ വിളിക്കുന്നു. ബാബു ഒന്ന് അർജൻറ്റായിട്ട് മേൽമുറിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മേൽമുറിയിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ സൂചിയൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു പലചരക്ക് കടയുണ്ടായിരുന്നു. ആ പലചരക്ക് കടയുടെ വാതിക്കൽ ഒരു വലിയ സഞ്ചിയിൽ പലതും സൈറ്റുകൊണ്ട് ഇവിടെ ജീവിച്ചിരുന്നത്. 9:30 മണിക്ക് 6 മണിക്ക് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് കൊണ്ട് തലയിൽ സാധനം വെച്ച് നടന്ന് വളരെ ബുദ്ധിമുട്ടിപ്പിച്ചു. പല സൈസ് ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ഒരാൾക്കും അറിയില്ല. ഇന്ന് അള്ളാഹുവിൻ്റെ സഹായത്താൽ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ പറയുന്ന മക്കൾക്കും ഈ നാട്ടുകാർക്കും ഇന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അതിനുള്ള കഴിവ് അടച്ചാൽ കൊടുത്തിട്ടുണ്ട്.
നമ്മളെ ഇവിടെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവർ ഞങ്ങളൊക്കെ ഒരുപാട് ത്യാഗം ഈ അവസരത്തിൽ ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു വേദിയും തന്നിട്ടുള്ള ഈ മേൽമുറിയിലെ നല്ലവരായ ചെറുപ്പക്കാരോടും ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടക സമിതിയോടും എല്ലാ മാതാപിതാക്കളോടും എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ കുടുംബ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബുദ്ധിമുട്ടുകൾ താത്തോടെ പോയി പണിയെടുത്ത് രാത്രി മുള്ളെടുക്കുന്നതായിരുന്നു പണി. അതൊന്നും ഇന്നത്തെ ജനങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ പരിപാടി സംഘടിപ്പിക്കുക എല്ലാവർക്കും വളരെ നന്ദി പ്രകാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വേദിയിലുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത മാതാവായിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുറ്റാമുറയും മോഹമുറയും ഏറ്റവും പ്രിയപ്പെട്ടവർ കണ്ണൂർ ജില്ലയിലെ കേരള ഗ്രാമത്തിൽ നിന്ന് 2004 ആദ്യമായി ഈ കുറ്റാമുറ എന്ന ഈ മലയോര ഗ്രാമത്തിലേക്ക് വരുന്നത്. ഒരുപക്ഷെ അബദ്ധം പറ്റിയിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ എനിക്ക് തോന്നുന്ന ഒരു 100-ലധികം തവണ ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്തായിരിക്കും? ഇവിടുത്തെ സ്നേഹമാണ്. ഞാൻ ഇങ്ങനെ ഒരു നാട് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ സ്കൂളിലെ ഓരോ കുട്ടികളോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കുറ്റാമുറ സ്കൂളിലെ കുട്ടികളെ കണ്ടു പഠിക്കണം. ഇവിടെ ഒരു മിഠായി കിട്ടിയാൽ എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട്, 25-30 കുട്ടികൾ. ഇവരെ പരസ്പരം ഷെയർ ചെയ്തായിരിക്കുക. ഇന്നും അങ്ങനെയാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് നല്ല പനിയും ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് ഞാൻ ഈ നാട് തേടി വന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാനിതിൽ ഒന്നിങ്ങനെ കറങ്ങിപ്പോയിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഈ നാട് ഒന്ന് കാണുക, ഇവിടുത്തെ ആൾക്കാരെ കാണുക. ഇവിടുത്തെ പല ആളുകൾക്കും ഒരുപക്ഷെ എന്നെ അറിയത്തുണ്ടാവില്ല. കാരണം ഞാൻ അന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് മാനന്തവാടിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. അവിടുന്ന് രാവിലെ ഒരു 6:45 ഇറങ്ങി 8:30 ആകുമ്പോൾ കാവുമന്ത് വന്ന് കുറേ നേരം അവിടെ കാത്തിരുന്ന് ഒരുപക്ഷെ ചിലപ്പോൾ ഓട്ടോ കൂട്ടി 6 മൈലിൽ വരും. അവിടെ വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് പലപ്പോഴും വാഹനം കിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നടന്ന് കുറിച്ചാർമല സ്കൂളിലെത്തുമ്പോൾ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. പല അധ്യാപകരും ഇവിടെ ഉണ്ടാവില്ല. അവിടുന്ന് ഒരു പൈപ്പ് ലൈനുമായി കനകമല എന്ന ഒരു മലയിലേക്ക് കയറി അവിടുന്ന് വെള്ളം തിരിച്ച് താഴെ വരുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവിടുത്തെ ഓരോ കുട്ടികളും അവർ നമ്മളുടെ കൂടെ നിന്ന് എൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം, ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ അന്നത്തെ ആ പ്രിയപ്പെട്ട കുട്ടികൾ അവർ പലരും മാതാപിതാക്കളായി മാറി. അതിൽ കുറച്ച് പേരെ ഇവിടെ വന്ന് ഞാൻ കണ്ട് വീണ്ടും സംസാരിച്ചു. പക്ഷെ ആ ഗ്രൂപ്പിലേക്ക് ഓരോ കുട്ടികളെ ആഡ് ചെയ്യുമ്പോൾ അവർ കണ്ണീരോട് കൂടിയാണ് ആ ഗ്രൂപ്പിൽ വരുന്നത്. കാരണം അവർക്ക് അത്രയ്ക്ക് സന്തോഷമാണ് നമ്മൾ വീണ്ടും ഒരുമിച്ച് കണ്ടുമുട്ടിയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഞാനിവിടെ വന്നിരുന്നു. എനിക്ക് ഒരുപാട് സങ്കടമായി. കാരണം ഇത്രയും മനോഹരമായ ആ നാടിൻ്റെ പശ്ചാത്തലം മുഴുവൻ മാറ്റിക്കളഞ്ഞു. ഇവിടുത്തെ പ്രിയപ്പെട്ട ആളുകളെല്ലാം പല ഭാഗത്തേക്ക് മാറി. പക്ഷേ എങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്ന വിശാലമായ സദസ്സ്, അതുപോലെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചവർ, അവർക്ക് എന്നെ ഒരു പരിചയമില്ല. അവർ തന്നെ പലതവണ എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം വീണ്ടും കുറിച്ചാർമലയിൽ വരാൻ കഴിഞ്ഞു, വീണ്ടും മേൽമുറിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെ ഓരോ വർഷത്തിലും ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാൻ എത്ര പറ്റിയില്ലെങ്കിൽ ഞാനും ശ്രമിക്കും. അതുപോലെ ഇവിടുത്തെ അധ്യാപകരെ ശശിമാഷൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇവിടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ നാടിൻ്റെ ഭാഗമായിരിക്കാൻ ഇഷ്ടമാണ്. ഞാനും ഈ കുറിച്ചാർമലയിൽ തന്നെ ജീവിക്കണമെന്നും ഒരുപക്ഷെ കല്യാണം കഴിക്കാതെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷെ എൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നും ഈ സ്നേഹബന്ധം ഇവിടെ നിലനിൽക്കട്ടെ. എന്നും ഈ സ്നേഹസംഗമം ഇവിടെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഈ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു സാർ. അടുത്തതായിട്ട് ചെയ്തോന്ന 2 വർഷം മറ്റ് ഈ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾ, നമ്മളെ കുറ്റിമല മേൽമുറി പ്രദേശം നല്ല ഒത്തൊരുമയോടുകൂടി പോയിരുന്നില്ല. 2018 നമ്മുടെ ഉരുൾപൊട്ടലിന് ശേഷം പല 10-60-100 കുടുംബങ്ങൾ നമ്മുടെ മേൽമുറിയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങൾക്കും മാറി താമസിച്ചു. പോയവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ഈ പ്രദേശത്ത് ഇപ്പോഴും നടക്കാത്തൊരു സ്ഥിതിയിലായിരുന്ന സ്ഥലം അതെല്ലാം തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ 2-3 ആൾക്കാർ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സ്ഥലമാണ്.
അപ്പോൾ ഇന്ന് എല്ലാവരും കാണാനും നമ്മൾ ഒത്തുകൂടാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സംഘടിപ്പിച്ച സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ ഇതേ 10-50 വീടുകൾ മാത്രമേ ആവുള്ളൂ. 100-200 വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് 10-50 വീടുകൾ. എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ ഈ കുടുംബ സംഗമത്തെക്കുറിച്ച് വളരെ വിശദമായി കൊണ്ട് തന്നെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന കുടുംബ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എല്ലാവരും ഇത് ഉദ്ദേശിക്കുന്നതും ഇത്ര മാത്രമാണ്. നമ്മുടെ ഈ മേൽമുറിയിൽ ഒരു ഉമ്മ പറ്റ അതല്ലെങ്കിൽ ഒരു അമ്മ പറ്റ ഇത്തരത്തിലുള്ള ഒരു സംഗമം സംഘടിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഈ 2018-19 ഉരുൾപൊട്ടിയതിനു ശേഷം ഒരുപാട് തവണ ഇവിടുത്തെ യുവാക്കൾ ആലോചിക്കുകയും പല തവണകളായിട്ട് അത് നടത്താൻ സാധിക്കാതെ വരികയുണ്ടായി. ഏതായിരുന്നാലും ഈ പ്രാവശ്യം അതൊരു വാശിയോടുകൂടി ഏറ്റെടുത്ത് എന്ത് വില കൊടുത്തും അത് നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിന് ഇറങ്ങിത്തിരിക്കുകയും ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളും ഒറ്റക്കെട്ടായി കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ താമസിച്ച ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചെറിയ വിഷമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉദ്ദേശത്തിൽ അധികം ആളുകൾ പങ്കെടുത്ത് നമ്മുടെ ഈ സംഗമം പരിപൂർണമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടന സെക്ഷൻ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഇതേമാതിരി താമസമാക്കിയിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലൊരു പ്രാവശ്യം ഈ മേൽമുറിയിൽ വന്ന് ചെട്ടുകുന്നിൽ കൂടെ വന്ന് മേൽമുറിയിൽ വന്ന് പോകാത്ത ഒരു ദിവസം പോലില്ല. അതെന്തായിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ ജയിക്കുന്ന പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത് താമസിക്കുകയാണെങ്കിലും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മേൽമുറിയിൽ താമസിച്ച ആ ഒരു സുഖം നമുക്ക് ആർക്കും തന്നെ എല്ലാവരും ഇവിടുന്ന് പോയ എല്ലാവരുടെയും ഒരു ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ മേൽമുറിയിൽ ഐക്യത്തോടു കൂടി താമസിച്ച ആ ഒരു സുഖം നമുക്ക് എവിടെ പോയി കിട്ടുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2018-19 ആ ഉരുൾപൊട്ടൽ ഇല്ലായിരുന്നുവെങ്കിൽ തൊഴിലുറപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല ഒരു നാടായി ഏറ്റവും നല്ലൊരു വികസനമുള്ള നാടായി ഈ മേൽമുറി മാറുമായിരുന്നു. ഇരിക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഈ സംഘാടക സമിതിക്ക് കഴിയുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് സൗഹാർദ്ദം നമ്മുടെ അലിവാജിയുടെ വീടിൻ്റെ അടുത്ത് ഒരു പാത പാസ്സാവുകയും അങ്ങനെ എന്തിനു വേണം നമ്മുടെ മേൽമുറിയിൽ നല്ലൊരു വികസനവുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് അത്തരത്തിലുള്ള ഒരു സംഭവം നമുക്കൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഏതായിരുന്നാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒത്തുകൂടലിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പോയത് ആ രീതിയിൽ തന്നെ നമ്മളെല്ലാവരും എവിടെയാണ് താമസിച്ചാലും അടുത്തതായി 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് അടിക്കുറിപ്പ് മത്സരത്തിൽ മേൽമുറിയുടെ അഭിമാനമായി മാറിയ അജ്മൽ മോനുള്ള ഒരു ഉപഹാരമാണ്. അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട KV ബാബുവിനെയും ജുവൈലത്ത് ഷമീറിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അജ്മൽ മോനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അജ്മൽ മോൻ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ പരിപാടിയെ കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ചെറിയൊരു സമയത്ത് മതി. ഓക്കെ. അപ്പോൾ ഈ സെക്ഷൻ സമാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ നന്ദി പ്രകാശനമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ട്രഷറർ അസ്ലിമിനെ ക്ഷണിച്ചു കൊടുക്കും. താങ്ക് യു.
ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സംഘാടക സമിതിയുടെ ചെയർമാൻ സുലൈമാൻ പി കെ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മാധവേട്ടൻ, കല്യാണിയച്ചി, ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച അയ്യൂബ് സംഘടിപ്പിക്കുന്ന ഈ സ്നേഹസംഗമത്തിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതാണ്. ഇത്തരത്തിലൊരു പരിപാടി നമ്മുടെ നാട്ടിൽ സംഘടിപ്പിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളെയും കടന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. എന്നാൽ വളരെ സിമ്പിളായിക്കൊണ്ട് ഞങ്ങളെ എല്ലാവരുടെയും ആശങ്കയും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ ഒന്നുമല്ലാതെ തന്നെ ഇത്തരത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു പരിപാടി നടത്താൻ വളരെ പ്രയാസം ഇല്ലാതെ ഞങ്ങൾക്കിവിടെ സാധിച്ചത് ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും അതുപോലെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും അകമൊഴിഞ്ഞ സഹായം കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വലിയ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. പക്ഷേ ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ ആൾക്കൂട്ടം മാത്രമല്ല, നിങ്ങളിൽ ഓരോരുത്തരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ 100% നിങ്ങളുടെ മനസ്സിൽ തൃപ്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിതിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ഇത് നടത്തുന്നത് നിങ്ങളുടെ മക്കളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പോരായ്മകൾ ക്ഷമിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മേൽമുറിക്ക് നമുക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് എല്ലാവരുമായി നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. പക്ഷേ അസ്ലം എന്ന വ്യക്തിയോട് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുള്ള പല ആളുകളും ഉണ്ടാവും. പക്ഷേ എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിനോ ഒരു പ്രയാസം വിടുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം മുൻപന്തിയിലെത്തുക എന്നെ എതിർക്കുന്ന കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മാധവേട്ടനെയും കല്യാണിയേച്ചിയെയും വളരെ സ്നേഹത്തോടുകൂടി സംഘാടക സമിതിക്ക് വേണ്ടിയുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷതാ പദവി അലങ്കരിച്ച ബഹുമാനായ ഈ പരിപാടിയുടെ ചെയർമാൻ സുലൈമാൻ പി കെയെ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള ശശി സാറ്, ഷാനവാസ് സാർ, ഷാജി സാർ, അതുപോലെ ജുമൈലത്ത് ഷമീർ, കെ ബി ബാബു, ചേക്കുക്ക, റഹ്മാൻ സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട എച്ച്.എം, എല്ലാവരെയും, അതുപോലെ തന്നെ അസനാജി, അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മളെക്കാൾ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് നമ്മളെ സഹായിച്ച അസനാജിയെ പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സാമ്പത്തികമായി എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ സാമ്പത്തികം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിലൊരു വേദി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിനെ സ്ഥലമൊരുക്കി തന്ന നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഉടമകളും അതിനാത്മാർത്ഥമായി നമ്മുടെ കൂടെ നിന്ന മാലുത്തങ്ങളെയും സംഘാടക സമിതിയോടുള്ള നന്ദിയും കടപ്പാടും ഒരുപാട് വ്യക്തിത്വങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ആരെയും പേരെടുത്ത് പറയാൻ ഈ അവസരത്തിൽ ഞാൻ മുതിരുന്നില്ല. നമ്മെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും സംഘാടക സമിതിയോട് പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും, അതുപോലെ ഇന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മേൽമുറിയുടെ യുവത്വങ്ങളെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. എല്ലാവരെയും സംഘാടക സമിതിക്ക് വേണ്ടിയുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടന സെക്ഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നിങ്ങൾക്കുള്ളത് ഓഡിയൻസിനുള്ള ടൈമാണ്. അതിൽ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ
ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണം സൗകര്യം എന്ന് പറയുന്നത് നീച്ചു വരാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലുള്ള പ്രവാസിയായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചിട്ട് ഗൾഫിൽ നിന്നും നമുക്ക് എത്തിച്ചു തരാമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരുടെയും കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തിക്കേണ്ടതാണ്. സൗകര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടേബിൾ ഇട്ടിട്ട് രോഗികളായിട്ടുള്ളവർക്ക് എത്താൻ പറ്റും ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. നല്ല വിശേഷം ഇവിടെ ഇല്ലപ്പോ ആ ആരാ
അതുകൊണ്ട് എല്ലാവരും നമ്മുടെ പ്രവർത്തനം എല്ലാവരും അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഭക്ഷണം അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കണം. കസാരയിൽ എല്ലാവരും ശ്രദ്ധിക്കാം. അത് അലമ്പായി പോകുന്നു. ശ്രദ്ധിക്കുക, ഭക്ഷണം കൊടുക്കാനുള്ളത് കൊണ്ട് ആ വഴി ഒന്ന് പരമാവധി ഒഴിവാക്കി കൊടുക്കേണ്ടതാണ്. ഭക്ഷണം വണ്ടിയത്തിന് പാസ് ചെയ്യാനുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടതാണ്. കസാരയുള്ള ആളുകൾ പരമാവധി കസേരയിലേക്ക് മാറിയില്ല. ഭക്ഷണം കൊണ്ടേ കൊടുക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക, നമ്മുടെ ഓരോരുത്തർക്കും ഭക്ഷണം കൊണ്ടുവന്ന് വരണമെങ്കിൽ അവിടെ ഒരു വഴി വിട്ടു കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്കവിടെ ഭക്ഷണം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും കൂട്ടം കൂടി നിൽക്കാതെ എല്ലാവരും അവരുടെ സീറ്റിലിരുന്നാൽ നമുക്ക് കൃത്യമായി നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക.
ആലപിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ആ വരികളൊന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാനുള്ള വെള്ളം നമ്മുടെ സദസ്സിന്റെ പുറകു ഭാഗത്തുണ്ട്. പരമാവധി ആളുകൾ അത് ഉപയോഗപ്പെടുത്തുക സദസ്സിലാണ്. അല്ലാതെ അവർക്ക് ഈ റോഡ് സൈഡിന്റെ ഭാഗത്ത് ഡ്രമ്മിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കാനുള്ള ആളുകൾ, പുതിയ ആളുകൾ, സദസ്സിലുള്ള ആളുകൾ അവിടെ തന്നെ കഴിക്കുക. അല്ലാത്തവർ ഷമീർക്കാരുടെ വീടിന്റെ അവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, അവിടെ പ്ലേറ്റുമായിട്ട് പോയാൽ അവിടുന്ന് ഭക്ഷണം നൽകുന്നതാണ്. സുലേക്കൊക്കെ വന്നിക്കണോ? സുലേക്കൊക്കെ വന്നിക്കണോ? ആണോ? എവിടെ ഫ്ലൈറ്റ് എടുത്ത് ഇതൊക്കെ എന്താ സ്റ്റോപ്പാക്കി? എന്താ സ്റ്റോപ്പ് ചെയ്ത്? ആരും ഭക്ഷണം കഴിക്കാതെ പോകരുത്, അതിനാണ്. വേറെ ഒന്നിനും ഉണ്ടായിട്ടല്ല. ഇരിക്കട്ടെ. നിങ്ങൾ കഴിക്കണില്ല? ഇവിടെ കൊറേ അതിനെ കണ്ടിട്ട് അതിനെ കാണില്ല. ഇവിടൊക്കെ തന്നെ ഉണ്ട്. കാണണ്ട. നിങ്ങളെന്താ മാറിയിരുന്നത്? നിങ്ങളുടെ കയ്യിൽ പാത്രമില്ലല്ലോ. ഒഴിവാക്കി
കിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ ഉള്ളതില്ലേ? ലൈവ് പ്രോഗ്രാമാ ഒക്കെ ഉണ്ടാവും, ഒക്കെ വരും. മറന്റെ ഉള്ളിലല്ലേ? സമയത്ത് വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിന്റെ ചെക്കൊന്ന് വേണ്ടി ഇല്ല, നീ കഴിച്ചോ? ഇല്ലില്ല, ഞാൻ കഴിച്ചോളൂ, കുറച്ച് കേട്ടെ. അച്ഛോ ഒറ്റയ്ക്ക് ആരും ഒന്നും എടുക്കൂലേ, അമർന്നിരുന്നുണ്ടാവാ. നിങ്ങളെന്തായാലും ഒരുമിച്ച് തന്നെ ഉണ്ടാവൂലേ? കുറച്ച് കേട്ടോ, ഇതൊന്ന് തിരക്കൊന്നും ചെയ്യട്ടെ. ചോർന്നോ? ഇനി വിറക് വലിക്കേ. അതിനൊരു പണി ചെയ്യാം. പ്ലേറ്റ് വെക്കില്ല, ചോറായിക്കോളി. കഴിച്ചോ? ഓ, കഴിക്കാം. മാറിയിട്ടോ എന്നാല് പോയോ? അപ്പൊ ഇവനെ നീ കാണുമല്ലോ, ഇവനുണ്ടല്ലോ.
അതൊക്കെ നോക്കണ്ട, അതൊക്കെ വരും. വേണ്ട പിന്നെ നമുക്ക് എല്ലാം വേണം. നോക്കണ്ടല്ലേ പിന്നെ. ഇല്ല കഴിഞ്ഞ് ഒരു മിനിറ്റ് ഒന്ന് കാണണം. ചാനൽ നമ്മളെ ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തേക്ക്. ആ ഇരിപ്പേ പഴയ ഓർമ്മ. അവിടെ ഒന്നും വന്നില്ല വന്നല്ലോ. അത് ശരിയല്ല അത് ശരിയല്ല ഭക്ഷണം കഴിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷമീറാക്കാൻ്റെ വീടിൻ്റെ പരിസരത്ത് എനിക്ക് സൗകര്യമുണ്ട്. ഭക്ഷണം കഴിക്കാൻ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വരും.
കുടിക്കാൻ വെള്ളത്തിന് ഇതൊക്കെ നല്ലുണ്ട് നല്ലുണ്ട്. എന്നെ നല്ല പിടിക്കണം. ഓ എല്ലാരും ഉണ്ട്. നിങ്ങളെ പറയുന്നത് കാതിരി വന്ന് കൈയൊക്കെ കൊടുത്ത് ഞങ്ങൾ